സിനിമയിലും ചാനൽ പരിപാടികളുമായി സജീവമാണ് തെസ്നി ഖാൻ. ഇത്രയും കാത്തിരുന്നെങ്കിലും ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചുവെന്ന് താരം പറയുന്നു. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ വന്നതാണ്. സ്വന്തമായി വീടൊന്നുമില്ലായിരുന്നു. അത് തരാൻ വേണ്ടി ദൈവം എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതാണെന്നാണ് കരുതുന്നത്. കൊച്ചി നഗരത്തിലൂടെ കണ്ണുകെട്ടി 2 വീലർ ഓടിച്ചിട്ടുണ്ട് ഞാൻ. മജീഷ്യനായിരുന്നു ഉപ്പച്ചി. അന്ന് ചാനലുകളൊക്കെ കുറവല്ലേ, അത് കാരണം ആളുകൾക്ക് ഉപ്പച്ചി അത്ര അറിയില്ല. അന്ന് അങ്ങനെയല്ലല്ലോ എന്നും തെസ്നി പറയുന്നു. മുൻപ് ഞാനും സ്റ്റേജിൽ മാജിക്ക് കാണിക്കാറുണ്ട്. ഇടയ്ക്കൊപ്പം ബീന ആൻ്റണിക്കൊപ്പമായി ഒരു മാജിക്ക് ചെയ്തിരുന്നു. ബീന ചെയ്യുന്ന പോലെ ഒരു സ്റ്റിക്ക് ഡാൻസ് ചെയ്യുന്നതായിരുന്നു കാണിച്ചത്. ഇടയ്ക്ക് നന്നായി ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇത് നൂൽ വെച്ച് ചെയ്യുന്നതാണെന്ന് ആളുകൾക്ക് മനസ്സിലായത്. ബിഗ് ബോസിൽ മത്സരത്തിനെക്കുറിച്ചും തെസ്നി സംസാരിച്ചിരുന്നു. ഞാനായിട്ട് തന്നെ നിന്നു, സൈലൻ്റ് ആയിരുന്നു. നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ച് നടന്നിരുന്നവർ പോലും ഷോയിലെത്തിയപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല. അവർ വേറെ ലെവലായി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല. 1 മാസം നിന്നു. സാമ്പത്തികമായി അത് വലിയ ഗുണം ചെയ്തു എന്നായിരുന്നു തെസ്നി ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞത്. പണ്ട് തെസ്നിയെ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടമായെന്നായിരുന്നു ആളുകൾ എന്നോട് പറഞ്ഞത്. മമ്മിയുടെ കോൾ വന്നാൽ തെസ്നിക്ക് ടെൻഷൻ വരും. ഏത് കോൾ വന്നാലും പരിഭ്രാന്തിയോടെയാണ് സംസാരിക്കാറുള്ളതെന്നായിരുന്നു തെസ്നി പറഞ്ഞത്. എല്ലാം തെസ്നിക്ക് പേടിയാണെന്നായിരുന്നു ബീന ആൻ്റണി പറഞ്ഞത്. അതിനിടയിലായിരുന്നു തെസ്നിയുടെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തിലെ പേര് തേൻമൊഴി എന്നായിരുന്നു. ഒരു കൊട്ടാരം നർത്തകിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഒരാളെ പ്രേമിച്ചു. 7 വർഷം വിവാഹം നടക്കാതെ പോവട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തെസ്നിയെ ശപിച്ചു. ഇത്തരത്തിലൊരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എൻ്റെ വിവാഹം നടക്കാതെ പോയതെന്നായിരുന്നു തെസ്നിയുടെ കമൻ്റ്. എന്നോടൊരാൾ പറഞ്ഞതാണ് കഴിഞ്ഞ ജന്മത്തിൽ ഡാൻസർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജന്മത്തിലും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്നായിരുന്നു ചിന്തിച്ചത്. പിന്നെ പറഞ്ഞത് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനനം എന്നാണ്. നോൺ വെജ് കഴിക്കാറുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം വെജിറ്റേറിയൻ ഭക്ഷണത്തോടാണ്. വീട്ടിൽ ഇറച്ചിയും മീനുമൊക്കെ പാചകം ചെയ്യാറുണ്ട്. അത് വൃത്തിയാക്കിയ സ്ഥലത്തെ മണം പോവാനായി ഞാൻ ഡെറ്റോൾ ഒഴിച്ച് കഴുകും. കാപ്പി തിളപ്പിച്ച് ഒഴിക്കാറുമുണ്ട്. അതും ശരിയാണല്ലോ നോക്കുമ്പോൾ എന്നായിരുന്നു തെസ്നി പറഞ്ഞത്.